എന്താണ് വരാ? ദൈവം എന്റെ ലാബ് പാർട്ണർ ആയിരുന്നെങ്കിലും മോസ്റ്റ് ഓഫ് ദി ഡേയ്സ് അവളെന്നെ കണ്ടിട്ട് പോലില്ല. ഏറ്റവും വലിയൊരു ദൈവന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ 3 വർഷമായിട്ട് ഒരേ ഹോസ്റ്റലിൽ നിൽക്കുന്നതാണ്. പക്ഷേ ഈ 3 വർഷമായിട്ടും ഇതുവരെയും അങ്ങനെ നോർമലി നമ്മൾ ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ വഴക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ ഇതുവരെ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. മൺഡേ അവൾ എനിക്ക് രാത്രി ആകുമ്പോൾ അയച്ചു തരും എഴുതേണ്ടത്. പ്രാക്ടിക്കൽ എഴുതൂല ഞാൻ, പിറ്റേ ദിവസം ഞാൻ ലാബിൽ വന്നിരുന്ന് എഴുതും. സോ ബ്യൂട്ടിഫുൾ, ഷീ സോ പാവം, ഐ ലൈക്ക് ഹർ സോ മച്ച് ആക്ച്വലി. ഷീ ടു കെയർ. ഭയങ്കര അടിപൊളിയാണ്. പാർട്ട്ണർ പാർട്ട്ണർ. ഇപ്പോ കോളേജ് തീരുന്നതുകൊണ്ട് എന്ത് വികാരങ്ങളാണ് താങ്കൾക്ക് തോന്നുന്നത്? സന്തോഷമേ ഉള്ളൂ. നിങ്ങൾക്ക് ഒട്ടും സങ്കടമില്ല? അവൻ തങ്കപ്പെട്ട മനുഷ്യനാണ്. എനിക്ക് മാമനെ ഇനിയും പോകുന്നിടത്ത് എൻ്റെ കൂടെ വരാൻ ഞാൻ മാക്സിമം മാമനോട് പറയുന്നുണ്ട്. പക്ഷെ മാമനത് അത്രയും സമ്മതിക്കുന്നില്ലാന്ന് തോന്നുന്നു. മാമനീസ് സ്വർഗരാജ് എന്താണ് ഏതൊരു സിറ്റുവേഷനിലും ഹെൽപ്പ് ചെയ്യാൻ ആദ്യം തന്നെ മാമനായിരിക്കും. എല്ലാത്തിനും കൊടുക്കാം. അതെ, എല്ലാത്തിനും ഉണ്ടാവും. Jason James, how do you feel now that college is over? അലീനയെ കാണാൻ നല്ല ഭംഗിയാണ്. Harai. ഒരു പ്രത്യേക ക്യാരക്ടറാണ്. അവന് പപ്പൂന്ന് പേരിട്ടത് ഞാനാണ്. വന്നപ്പോ തന്നെ എനിക്ക് മനസ്സിലായി എന്നെ പോലത്തെ ഒരു പൂളയാണെന്ന്. അതുകൊണ്ട് ഞാൻ കൂടെ കൂട്ടി. പിന്നെ പപ്പു എന്റെ കോളേജിലെ ഫസ്റ്റ് ലവ് ആയിരുന്നു. അല്ല പപ്പു എന്നേക്കാൾ വലിയ ഉടായിപ്പാണ്, വേറെ പ്രശ്നമൊന്നും കാണാം. ചതിയൻ എന്ന് പറഞ്ഞാൽ ചതിയൻ, ദുഷ്ടൻ. അവനൊരു ഭയങ്കര സാധനമാണ്. എനിക്കിഷ്ടമല്ല അവനെ. കോളേജില് എല്ലാ ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ച് ഏറ്റവും ബെസ്റ്റ് റെപ്പ് കിട്ടിയിരിക്കുന്ന നമ്മുടെ ക്ലാസ്സായിരിക്കാണ്. നമുക്ക് നമ്മുടെ സ്വന്തം അണ്ടർറേറ്റഡ് കോഴി അല്ല, അത് ഓവർ റേറ്റഡ് കോഴി. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ എത്ര ടീച്ചേഴ്സ് ഉണ്ട്? ആ എല്ലാ ടീച്ചേഴ്സിനെക്കാളും തിരക്കാണ് ജയഗൂരി. ഇന്നലെ തന്നെ സാറ് കാണാൻ വിളിച്ചപ്പോ ബിസിയാണ് സാറേ. 6:30 വരെ ബിസി ആയിരിക്കും. അതായിട്ട് ഫ്രീ ആവും. ഡിഗ്രി എങ്ങനെയെങ്കിലും തീർക്കണം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് പോകണം എന്നുള്ള വിചാരമൊന്നുമില്ല. അതെ. How much you completed? എല്ലാവർക്കും ആയിക്കോല്ലേ, ബ്രോഡ്കാസ്റ്റ് ആണെന്ന് തോന്നുന്നു. പക്ഷെ അവൻ 2 ക്വസ്റ്റ്യൻ പേപ്പർ നിർത്തിട്ടുണ്ടാവും, ഒരു മൊഡ്യൂൾ നിർത്തിട്ടുണ്ടാവും, 4 അഡീഷണൽ ഷീറ്റ് കൊടുക്കും. മെറീസോ എന്താ നമുക്കിങ്ങനെ കണ്ടാ പ്രസിഡന്റ് അടി കൊടുക്കാൻ തോന്നുന്നു, ഒരു ഉമ്മ കൊടുക്കാൻ തോന്നുന്നു. മെറിയെ എപ്പോ കണ്ടാലും എനിക്കൊരു ഉമ്മ കൊടുക്കാനേ തോന്നാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് എല്ലാ ദിവസവും അനാമികനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. ബിഹൈൻഡ് ദ ക്യാമറ ആരാന്നറിയണ്ടേ, ഈ വീഡിയോ സ്കിൽസ് ആരുടെ എന്നറിയണ്ടേ. She will always do something else while the teacher is teaching, and she was the one who motivated me to do the same. Renalda Maria Wilfred, Indrajit and Anamika have the best fashions in our class. പറയാനുള്ളത് മുഖത്ത് നോക്കി അത് പറയാം. ഇപ്പം എന്താന്ന് നോക്കത്തില്ല, ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് കുറെ ഉണ്ട്. ഇപ്പൊ ഇത്രയും മതി. ശ്രീദേവിനെ കുറിച്ച് കുറെ പറയാനുണ്ട്. ശ്രീദേവിക്ക് കുറെ കഥകളുണ്ട്. പക്ഷെ അത് നമുക്ക് എല്ലാവരോടും പറയാൻ പറ്റത്തില്ല. കാണുമ്പോൾ അവള് ഭയങ്കര പഠിപ്പിസ്റ്റാണ് അങ്ങനെ വിചാരിക്കുമല്ലോ. നമ്മളിപ്പോൾ കൺവെൻഷനൽ ആയിട്ടുള്ള പഠിപ്പിസ്റ്റുകളെ പോലെ അവൾ വിചാരിക്കും. പക്ഷെ അവൾ അങ്ങനെയല്ല. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല അവള്. അവൾ അടിപൊളിയാണ്, തഗ്ഗാണ്, പൊളിയാണ്. ദിയാമതിനെ പറ്റി പറയാനായിട്ടാണെങ്കിൽ ദിയാമത് ഒരു കിളിയാണ്. എനിക്ക് ഇഷ്ടമുള്ളതാ പറഞ്ഞാൽ മതി. അതെ. മധുവിനെ പറ്റി എന്താ അഭിപ്രായം? ഇന്ദ്രുവിന് വളരെ മോശം അഭിപ്രായം, സത്യം ഞാൻ പറയാം. ഇതേപോലെ ഒരു കാട്ട് കഴിവേറിയെ ഞാൻ കണ്ടിട്ടില്ല. നീല പറഞ്ഞ പറയാം. ഉണ്ണിയുടെ കൂടെ ഇരിക്കാൻ നല്ല രസമാണ്. അവളിങ്ങനെ എന്റർടൈൻമെന്റ് ഉണ്ടാവും ഫുൾ. അവൾ എന്തെങ്കിലുമൊക്കെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് സമയം പോണെന്ന് അറിയില്ല. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മളിപ്പോൾ എന്താ ചിന്തിച്ചോണ്ടിരുന്ന കാര്യം എല്ലാം പറഞ്ഞു. Vice has a cute, innocent face. She has a different corner in my heart. വൈഷിനെ കുറിച്ച് എനിക്ക് പറയാനാണെങ്കിൽ ഉള്ളിലുള്ള കൂതറ സ്വഭാവമൊക്കെ ഒതുക്കിയാണ് ക്ലാസ് വരാറ്. വായ തുറന്ന പുളിച്ച വർത്തനല്ലാതെ പറയാറില്ല അവള്. ആശിഷ് ഓൺലി, ബിക്കോസ് അവരങ്ങനെയാണ്. എന്നെ ചെയ്യാവുന്നതിനെ പറ്റി കരീന കൊച്ചിനെ കരയിപ്പിക്കാന്നുള്ളതാണ് ആനന്ദം. പാവം, ഭയങ്കര പാവാണ്. ആരോട് പെട്ടെന്ന് അടി ഉണ്ടാക്കാനൊന്നും പോവാറില്ല, തീർത്ത് പറയാറില്ല. ഭയങ്കര പാവാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പാവം ശരിക്കും പറഞ്ഞ അവളാണ്. ക്ലാസ്സിലെ ഏറ്റവും പാവം ഞാൻ കഴിഞ്ഞ അവളാണ്. നീ ഏതാ?
എൻ്റെ കൂടെ എല്ലാം ജയ്സു സെറ്റായി പോയതുകൊണ്ട് ജയ്സുൻ്റെ ഒരാളുണ്ട്. എൻ്റെ കൂടെ ഫുൾ ടൈം നടക്കുന്നത് വൃന്ദുവാണ്. ശരിക്കും ഞങ്ങൾ 3 പേരാണെങ്കിലും 4 പേരായിരുന്നു. പക്ഷെ സെക്കൻഡ് ഇയർ വന്നപ്പോൾ ഇതെങ്ങനെ ഇത് രണ്ടുപേരും എനിക്കറിയത്തില്ല അതെന്ത് സംഭവിച്ചെന്ന് ചെയ്താലും. പക്ഷെ ആശി ഞങ്ങളുടെ കൂടെ ഫുൾ ടൈം ഉണ്ട്. ജയ്സുവും ഞങ്ങളുമായിട്ട് ഞങ്ങൾ 4 പേരും കൂടെയാണ് പിന്നെ എല്ലായിടത്തും പോകുന്നത്. അതുകൊണ്ട് ആശി പക്കായാണ്. ആശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മെയിൽ വെർഷനാണ് ആശി. ഞങ്ങളെത്ര ചിന്തിക്കുന്നത് തന്നെ ഒരേ രീതിയിലാണെന്നാണ് എല്ലാവരും പറയുന്നത്. ആശിഷിനോട് ഒന്നും പറയാൻ എന്തെങ്കിലും ഉണ്ടോ? ആശിനോട് എന്ത് പറയാനാണ്? ഇടുക്കിക്കാരിയാണ്. ഇടുക്കിക്കാരി എന്ന് പറയുമ്പോൾ കറക്റ്റ് സ്ഥലം പറയുകയാണെങ്കിൽ വാഴത്തോപ്പാണ്. പക്ഷേ പേര് പോലെ ഒരു വാഴയല്ല എന്നെ. കൊച്ചാണ് എന്നെപ്പോൾ. പിന്നെ അതുപോലെ നല്ലൊരു പാട്ടുകാരിയും ഡാൻസുകാരിയും ഒക്കെയാണ് എന്നെപ്പോൾ. പിന്നെ പറയുകയാണെങ്കിൽ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഒരുപാട് ശ്രദ്ധ കൊടുക്കുന്ന ഒരാളാണ് എന്നെ. ജയ്സു പാവാണെന്ന് വെച്ചാൽ പാവാണ്, ഫാനാണെന്ന് വെച്ചാൽ ഫാനാണ്. പക്ഷേ ജയ്സിന് ഭയങ്കര ഇഷ്ടമാണ്. അടി ഉണ്ടായി കഴിഞ്ഞാൽ ജയ്സു തന്നെ ആദ്യമേ സോൾവ് ചെയ്ത് നോക്കും. നമ്മൾ തന്നെ സോൾവ് ചെയ്യേണ്ടി വരില്ല. ജയ്സു ഇങ്ങനെ നമ്മൾ സോൾവ് ആക്കും. പിന്നെ ആരാ? പിന്നെ കരോ വൈകിയാണ് ഞങ്ങൾ കരോനെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആളാന്ന് തിരിച്ചറിഞ്ഞത്. പക്ഷെ ആ കരോ അടിപൊളിയാണ്. ഞങ്ങളുടെ പക്ക വൈബാണ്. അതുല്യയുടെ നല്ല ചിരിയാണ് അതുല്യയുടെ. പക്ഷെ വല്ലപ്പോഴൊക്കെ ചിരിക്കുള്ളൂ. പിന്നെ നല്ല ടാലൻ്റ് ആയിട്ടുള്ള ഒരു ഗേളാണ്. കാരണം എല്ലാ കലോത്സവത്തിനും പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഫസ്റ്റൊക്കെ നേടാറുണ്ട്. പിന്നെ അതുല്യ എല്ലാ പ്രാവശ്യവും എപ്പോഴും ചിരിയുണ്ട് എനിക്ക്. Just like you? Not her. പ്രിൻസിപ്പൽ മെറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മെറിനൊരു സകലകല വല്ലഭിയാണ്. നന്നായിട്ട് വരയ്ക്കും. പിന്നെ അത്യാവശ്യം പഠിക്കും. നന്നായിട്ട് പഠിക്കും. നന്നായിട്ട് ഡാൻസ് കളിക്കും. പിന്നെ ഇതുവരെ ആരും അറിയാത്തൊരു കഴിവും കൂടി ഇന്നത്തെ ഞാൻ പറയുകയാണ്. ബേസിക്കലി ഒരു ചെറിയൊരു പാട്ടുകാരി ആണ് എന്നാണ് മെറിയും പറയുന്നത്. അന്ന ഭയങ്കര സ്വീറ്റാണ്. പിന്നെ പാവമാണ്. ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഓരോ മൂളിപ്പാട്ട് ഇങ്ങനെ പാടിക്കൊടുക്കും. എന്നിട്ട് അല്ലെങ്കിൽ ചില സമയത്ത് ഇങ്ങനെ ഉറക്കം വരുമ്പോൾ ഇങ്ങനെ തട്ടി എനിക്ക് ഉറക്കം വരുന്ന എന്തെങ്കിലും പറയാന്ന് പറഞ്ഞിങ്ങനെ പറഞ്ഞു കൊടുക്കും. അങ്ങനത്തെ സാധനം. കാലിലൊരു ബിരിയാണി കട ഇട്ടാൽ അത് പച്ചപ്പിടിക്കുമോ എന്നറിയില്ല. പക്ഷേ ആൻ തന്നെ തിന്നു തീർക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ആന് വലുതാകുമ്പോൾ ബിരിയാണി കുട്ടികളുണ്ടാവും. ആദ്യത്തെ കുട്ടിക്ക് ബിരി എന്ന്, രണ്ടാമത്തെ കുട്ടിക്ക് ആണി എന്ന പേരിട്ടെന്നാണ് ആൻ പറഞ്ഞേക്കണത്. പാവമാണ്. പിന്നെ ഇടയ്ക്കൊരു മണ്ടത്തരങ്ങൾ നമ്മൾ ഒരുമിച്ച് കാണിക്കാറുണ്ട്. രഘുവിനെ പറ്റി പറയുകയാണെങ്കിൽ Tell me about Kunyi. In my 24 hours of time, I at least give 1 or 2 hours to her. Because that important she is in my life right now. She's a bitch. That's Aparna. Good girl. സാനിയ ട്രിപ്പ് പോകുമ്പോൾ സ്റ്റെപ്പ് ഇടണം. സഡൻ സ്റ്റെപ്സ് ആണ്. എപ്പോഴും എനർജറ്റിക് ആണ്. എങ്ങനെ കളിയാക്കിയാലും അവള് പറയും എന്താ ട്രിപ്പിലെ 2 സീറ്റ് നശിപ്പിച്ച അവളാണ്. അത് കാരണം എന്റെ പാവൻ രഘു നിലത്ത് കിടന്നിറങ്ങിയിരുന്നത്. വയറ് ഇങ്ങനെ മാത്രം കാണാൻ പറ്റുന്നത്. ഭയങ്കര തലവേദനയാണ് സത്യത്തിൽ. പിന്നെ ഞാൻ സഹിച്ചുകൊണ്ട് പോകുന്നു. പാവല്ലേന്ന് വിചാരിച്ച് വിളിക്കുന്നത്. You will miss when അവൻ പോകുമ്പോൾ തല്ല് വഴക്കുണ്ടാക്കണം. മാമൻ ഈസ് ആക്ച്വലി എനിക്ക് എൻ്റെ ചേട്ടനെ പോലെയാണ് മാമൻ. മാമൻ ഭയങ്കര ക്ഷമയുള്ള ആളാണ്. പിന്നെ ഭയങ്കര കാര്യപ്രാപ്തിയുള്ള ആളാണ്. മാമൻ എന്ത് ഉത്തരവാദിത്തം കൊടുത്താലും മാമൻ ഈ കുട്ടികൾ കളിച്ച് നടക്കുമെങ്കിലും പക്ഷെ മാമൻ എല്ലാം സെറ്റാക്കി വെച്ചിട്ടായിരിക്കും ഈ പൊട്ടം കളിച്ച് നടക്കുന്നതൊക്കെ. പ്രമേയമുണ്ട്. ഓക്കെ ബൈ. കൈൻഡാണ്, സ്വീറ്റാണ്. പിന്നെ ഭയങ്കര നല്ല ലിസണറാണ്. ഡ്രസ്സ് കൊള്ളാം, കമ്മല് കൊള്ളാം, എന്ത് ഉള്ള സാധനം ഇട്ടുണ്ടെന്നാലും സൂപ്പറാന്ന് പറയുന്ന ഏക ആളാണ് അനാമിക. അതുകൊണ്ട് ആർക്കും അവളുടെ അടുത്ത് നീ പറഞ്ഞ നെഗറ്റിവിറ്റി കേൾക്കാൻ പറ്റത്തില്ല. ഓൺലി പോസിറ്റിവിറ്റി. ഞാൻ 3rd ഇയർ ആയും അടുത്ത് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായത് കുട്ടി നോർമൽ. ചേച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പക്ഷേ ചേച്ചി നമുക്ക് പറയാൻ തോന്നില്ല. കാരണം വളരെ യങ്ങാണ് ചേച്ചി. ഞാൻ ആദ്യം കോളേജ് വന്നപ്പോൾ സാധാരണ ഒരു ഡിഗ്രി കഴിക്കുന്നതാണ് വിചാരിച്ചത്. അത് കഴിഞ്ഞപ്പോഴാണ് ഒരു ദിവസം ഒരു കൊച്ചായിട്ട് വന്നു. കൊച്ചല്ല, ഞാൻ വിചാരിച്ചു ചേച്ചിയുടെ അനിയത്തിയായിരിക്കും വിചാരിച്ചു. പക്ഷേ അത് ഞാൻ മനസ്സിലായി ചേച്ചിയുടെ മോളാണ്. അപ്പോൾ ഒരു അമ്മയാണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ചേച്ചിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒത്തിരി വളരെ സ്നേഹമുള്ള ഒരു ചേച്ചിയാണ്. ചേച്ചി വീട്ടിലേക്ക് ഇടയ്ക്ക് ഞങ്ങൾ വിളിക്കാറുണ്ട്. നല്ല ഭക്ഷണമൊക്കെ തരാറുണ്ട്. പിന്നെ നോറ ഭയങ്കര സ്റ്റുഡിയസാണ്. നമ്മളെ പോലെയല്ല. എപ്പോഴും എന്തെങ്കിലുമൊക്കെ പഠിക്കുക അല്ലെങ്കിൽ വായിക്കുക അല്ലെങ്കിൽ കളറൊക്കെ അടിച്ച് വളരെ
നമ്മുടെ കലയ്ക്ക് ഒരുപാട് ബുദ്ധിപരമായിട്ട് ഇരിക്കുന്ന ഒരാളാണ് ലിമ. ലിൻസി ചേച്ചി ഇസ് ലൈക്ക് ദ റെപ്പ് ഹു നെവർ വാസ്. ക്ലാസ്സിൽ ഒരു പകുതി മുക്കാൽ കാര്യം നടന്ന് ലിൻസി ചേച്ചി പറഞ്ഞിരിക്കുകയാണ്. ലിൻസി ചേച്ചി ക്ലാസ്സിലുള്ളതിൻ്റെ ഏറ്റവും വലിയ ഗുണം ഞറക്കുട്ടി. ക്ലാസ് കിടക്ക് ഇങ്ങനെ പുറച്ചിരിക്കുന്ന ഞറക്കുട്ടിനെ കൊണ്ടൊരു അടിപൊളി. അനീറ്റ പാവ, ഭയങ്കര അധികം പാവ. അനീറ്റയുടെ കാലിനിട്ട് ചവിട്ടിന് ശേഷമുള്ള ഒരു സ്റ്റോറി ഉണ്ട്, അതെനിക്കിഷ്ടം. മിക്കപ്പോഴും ഹീൽസ് ഇട്ടേ വരുള്ളൂ. ഹീൽസിന് നല്ല ചവിട്ടിട്ട്, അങ്ങനെ ചവിട്ടിട്ടിട്ട് എൻ്റെ കാല് പൊളിഞ്ഞിട്ട് ഞാൻ സ്റ്റിച്ച് ഇട്ടിട്ടുള്ളൂ. നൈസാണ്, നല്ല കുട്ടിയാണ്, കറക്റ്റ് ടൈമിൽ ക്ലാസ്സിലേക്ക് വരും. എനിക്ക് കേതുവിനെ ഭയങ്കര ഇഷ്ടമാണ്, ഇപ്പോഴൊക്കെ എന്നെയും ഭയങ്കര ഇഷ്ടമാണ്. Sedu's smile is very cute. Like She is also cute. Yeah, is very admirable. patient girl. Lot of patience. ഒരു ദിവസം ഞാൻ ഈ വാട്ടർ ടാങ്കിന്റെ സൈഡ് നടന്നു പോണേ, അപ്പൊ ചെയ്ത് നോക്കിയിട്ട് ഹായ് എന്ന് പറഞ്ഞപ്പോ ഹായ് ശ്രീദേവി. 2 വർഷം കൂടെ പഠിച്ചിട്ട് പേര് പോലും അറിയില്ലത്. അവൾക്ക് ഇഷ്ടമുള്ളവരോട് നല്ലപോലെയാണ് പെരുമാറുന്നത്. അവൾക്ക് ഇഷ്ടമുണ്ടെന്ന് നമുക്ക് തോന്നുന്നവരോട്. ഇഷ്ടമില്ലാത്തവരെ ഇഷ്ടമില്ലാത്തവരോട് എങ്ങനെ പെരുമാറുന്നത് എനിക്കറിയാൻ പറ്റില്ല. തെരനെ പറ്റി പറയുമെങ്കിൽ തെര ഭയങ്കര പോസിറ്റീവാണ്. എന്ത് പറയാൻ പെട്ടെന്ന് എക്സൈറ്റഡ് ആവും, സർപ്രൈസ് ആയി തരും നമ്മുടെ ഒരു സമാധാനം. അപ്പം നമുക്കൊരു സന്തോഷം അവിടെ എന്തെങ്കിലും പറയാം. കുറേ ആൾക്കാർ വിചാരിക്കും തെര ഭയങ്കര പാവാണ്, ബട്ട് മെയിനായിട്ട് ഷീസ് എ തഗ് തെര. അതെ, എന്ത് പറഞ്ഞോളാം പെട്ടെന്ന് ആണോടി. അത് കാരണം എന്ന് വെച്ചാൽ അവള് മാത്സ് പഠിക്കുന്ന സ്റ്റുഡൻ്റ് അല്ല, അവള് വല്ല സിനിമയിലും അല്ലെങ്കിൽ വല്ല നാടകത്തിലും പോയിരുന്നെങ്കിൽ നല്ലൊരു ഹൈ ലെവൽ അച്ചീവ് ചെയ്യാൻ പറ്റും. പിന്നെ 3rd ഇയർ ആയപ്പോഴത്തേക്കും അവളും എൻ്റെ ഒപ്പം സ്മാർട്ടപ്പിൽ വർക്ക് ചെയ്യാൻ കയറി. പിന്നെ അവർ നല്ലൊരു ബോണ്ടുണ്ട്, നല്ല കൊച്ചാണ്, ഭയങ്കര കെയറിങ് ആണ്, എല്ലാ കാര്യങ്ങളൊക്കെ വിളിച്ച് അന്വേഷിക്കും, നൈസ് ഗായ. He's the most laziest person I've ever seen. റെനീനെ പറ്റി പറയാനാണെങ്കിൽ ഫസ്റ്റ് ഇയറിൽ NCC കാരണം ഇവിടെ കിടന്ന് ഓടി മരിക്കും ഞങ്ങൾ. എന്നിട്ട് എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് എൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ബുക്ക് പകുതി എഴുതുന്ന റെനിയാണ്. സച്ച് എ ട്രൂ ഫ്രണ്ട്. പിന്നെ ഇപ്പോൾ മനസ്സിലായി എൻ്റെ ബുക്ക് എഴുതുന്നത് കാര്യമില്ല, അതുകൊണ്ടാണ് എഴുതാൻ നിർത്തിയെങ്കിലും ഐ ലവ് ഹർ സോ മച്ച്. ക്ലാസ് മിസ് ചെയ്യും, പിന്നെന്താ രസമായിരുന്നു ക്ലാസ്.